ആകെ 543-ൽ എത്ര വീതം സീറ്റുകളായിരിക്കും ഓരോ മുന്നണിയും നേടുക എന്നാണ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 3 സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. ഉത്തർപ്രദേശിൽ ആകെയുള്ളത് 80 സീറ്റുകൾ, മഹാരാഷ്ട്രയിൽ 48, ബീഹാറിൽ 40. ഈ 3 സംസ്ഥാനങ്ങൾ ആകെ കൂട്ടുമ്പോൾ 168 സീറ്റുകളുണ്ട് ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമായി. അതായത് ഈ 3 സംസ്ഥാനങ്ങൾ നേടിയാൽ തന്നെ രാജ്യം ഭരിക്കുന്നതിൽ അടുത്തെത്താൻ കഴിയുന്ന അത്രയും ഗൗരവമുള്ള 3 സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര. ഉത്തർപ്രദേശിലെ ആകെയുള്ള 80-ൽ 45 NDA വിജയിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. 34 ഇന്ത്യ മുന്നണിയും വിജയിക്കും, 1 മറ്റുള്ളവരുമായിരിക്കും. ഉത്തർപ്രദേശിൽ ആകെയുള്ള 80-ൽ 34 വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായിട്ട് വേണം കണക്കാക്കാൻ. കാരണം 2019 പരിശോധിക്കുമ്പോൾ 34 ഉത്തർപ്രദേശിൽ നേടുക എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48-ൽ 20 മാത്രമായിരിക്കും NDAക്ക് വിജയിക്കാൻ സാധിക്കുക എന്നും 27 ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നും ഈ സർവേ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. ബീഹാറിലെ ആകെയുള്ളത് 40 സീറ്റുകൾ. ആകെയുള്ള 40 സീറ്റിൽ 16 NDA വിജയിക്കുമ്പോൾ 24 ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് ബീഹാറിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ 2019 അപേക്ഷിച്ച് ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്ന രൂപത്തിലുള്ള സർവേയാണിത്. ആകെ ഈ 3 സംസ്ഥാനങ്ങളും ആകെ കൂട്ടുമ്പോൾ 168 സീറ്റുകളുണ്ട്. അതിൽ 81 NDA വിജയിക്കും, 85 ഇന്ത്യ മുന്നണി വിജയിക്കും, 2 മാത്രം മറ്റുള്ളവർ വിജയിക്കും എന്ന രൂപത്തിലുള്ള കണക്കാണ് ഈ ഒരു സർവേ പ്രകാരം പറയാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 സംസ്ഥാനങ്ങൾ അതിനിർണായകമാണ്. ഈ സംസ്ഥാനങ്ങളിൽ ആരാണോ കൂടുതൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് അവർ തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. ഈ ഒരു സർവേ പ്രകാരം ഇരു മുന്നണികളും NDA ഇന്ത്യ സഖ്യങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ബലാബലം തുല്യമായിട്ട് തന്നെയാണ് ഈ ഒരു സർവേ പ്രകാരം കാണാൻ കഴിയുന്നത്. 2019 ഈ 3 സംസ്ഥാനങ്ങളിലും NDA നേടിയത് വൻ മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റം 2024 എത്തുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ അത് നിലനിർത്താൻ NDAക്ക് പ്രയാസമായിരിക്കും. ഇന്ത്യ മുന്നണിയുടെ ഒരു കുതിച്ചുകയറ്റം ഉത്തർപ്രദേശിലടക്കം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് സർവേ പറയുന്നത്. ഏതായാലും ഈ ഒരു സർവേ നിഷ്പക്ഷമായി വന്ന ഈ ഒരു സർവേ ഏതാണ്ട് ശരിയെന്ന് തോന്നുന്ന ഒരു സർവേ കൂടിയാണ്. അടുത്തത് 3 സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, പഞ്ചാബ്. നോക്കൂ നിങ്ങൾ, തമിഴ്നാട്, കേരളം, പഞ്ചാബ് ഒരു വലിയ അത്യാവശ്യം സീറ്റ് കൂടുതലുള്ള 3 സംസ്ഥാനങ്ങൾ. തമിഴ്നാട്ടിൽ ആകെയുള്ളത് 39 സീറ്റുകളാണ്. നേരത്തെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലേക്ക് എത്തുമ്പോൾ BJPയുടെ സീറ്റ് നില വല്ലാണ്ട് കുറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ ആകെയുള്ളത് 39 സീറ്റുകൾ. ആ 39 സീറ്റിൽ 1 പോലും ഇത്തവണ NDA നേടില്ല എന്നാണ് ഈ സർവേ പറയുന്നത്. 39-ൽ 39 ഇന്ത്യ മുന്നണിയായിരിക്കും. 2019 1 സീറ്റ് NDA നേടിയിരുന്നു. അതുകൂടി ഇത്തവണ നേടാൻ NDAക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. 39 ഇന്ത്യ മുന്നണി നേടുമെന്ന് പറയുന്നു. കേരളത്തിൽ ആകെയുള്ളത് 20 സീറ്റ്. ആകെയുള്ള 20-ൽ 20 ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും. 1 സീറ്റ് പോലും തുറക്കാൻ ഇത്തവണ കേരളത്തിൽ സാധിക്കില്ല NDAക്ക് എന്നാണ് സർവേ പറയുന്നത്. പഞ്ചാബിൽ ആകെയുള്ള 13 സീറ്റ്. 13-ൽ 10 ഇന്ത്യ മുന്നണിയും 3 മറ്റുള്ളവരും. അതേപോലെ അവിടെയും BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നു. ഈ പറയപ്പെട്ട 3 സംസ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, പഞ്ചാബ്. ഈ 3 സംസ്ഥാനങ്ങളിലും BJP 0 എന്ന രൂപത്തിലുള്ള കണക്കാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ 3 മണ്ഡലങ്ങൾ BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ സർവേ പ്രകാരം കേരളത്തിലും BJP ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നാണ്. ഈ 3
സംസ്ഥാനത്തും BJPക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചാൽ ഒരു വലിയ മുന്നേറ്റമായിരിക്കും. അടുത്തത് പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾ: രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്. രാജസ്ഥാൻ 2019 തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയ, മുഴുവൻ സീറ്റും BJP തൂത്തുവാരിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ ആകെയുള്ളത് 25 സീറ്റുകളാണ്. 2019 25 നേടിയ രാജസ്ഥാൻ ഇത്തവണ 25 18 നേടും എന്നാണ് പറയുന്നത്. 7 സീറ്റ് ഇന്ത്യ മുന്നണി തിരിച്ചു പിടിക്കും രാജസ്ഥാനിൽ എന്ന സർവേ കാണുന്നുണ്ട്. മധ്യപ്രദേശിൽ ആകെയുള്ള 29 സീറ്റുകൾ, 29ൽ 9 മാത്രമേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു സർവേ പറയുന്നത്. അതേപോലെ മധ്യപ്രദേശിൽ 29ൽ 20 BJP NDAക്ക് നേടാൻ കഴിയുമെന്നും സർവേ പറയുന്നുണ്ട്. ഗുജറാത്തിൽ ആകെയുള്ളത് 26 സീറ്റാണ്. ഗുജറാത്തിലും BJPയുടെ ആധിപത്യമായിരിക്കും. 26ൽ 20 ഗുജറാത്തും BJP നേടുമെന്ന് പറയുന്നു. ഇന്ത്യ മുന്നണി ഗുജറാത്തിൽ 6 സീറ്റിൽ ഒതുങ്ങുമെന്ന് പറയുന്നു. ഈ പറയപ്പെട്ട 3 സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഈ 3 സംസ്ഥാനങ്ങളിലും BJPയുടെ തേരോട്ടമായിരിക്കും. BJPയുടെ ഒരു വലിയ ഒരു മുന്നേറ്റം ഈ 3 സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയുമെന്ന് സർവേ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ നേടാൻ സാധിക്കാതെ പോയ പല സീറ്റുകളും ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളിൽ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ NDAക്ക് നേടാൻ കഴിയും എന്നുകൂടി സർവേ പറയുന്നുണ്ട്. അത് ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിയുമെന്ന് സർവേ പറയുന്നുണ്ട്. അത് ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആകെ 320 സീറ്റുകൾ പറഞ്ഞപ്പോൾ 139 NDA, 176 ഇന്ത്യ മുന്നണി, 5 ഇടങ്ങളിൽ മറ്റുള്ളവർ എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിൽ കൃത്യമായി 0 BJP എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. അടുത്തത് കർണാടക, തെലങ്കാന, ഹിമാചൽ. ഈ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ കർണാടകയിൽ ആകെയുള്ളത് 28 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ 2019 ഒരു വൻ മുന്നേറ്റം സാധ്യമാക്കിയ NDA നേടിയ ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. ആ കർണാടകയിലെ ആകെയുള്ള 28 സീറ്റുകളാണ്. ഇത്തവണ അതിൽ 16 വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്ന സർവേ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ NDAക്ക് വെറും 12ലേക്ക് NDA ഒതുങ്ങുന്നു എന്ന് പറയുന്നത് 2019 വെച്ച് നോക്കുന്ന സമയത്ത് കർണാടകയിൽ NDAക്ക് ഒരു ക്ഷീണമുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2023 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു വൻ മുന്നേറ്റം കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഇത്തവണ കോൺഗ്രസ് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരും എന്ന രൂപത്തിൽ സർവേ കാണുന്നുണ്ട്. തെലങ്കാനയിൽ ആകെയുള്ളത് 17 സീറ്റുകളാണ്. 17 സീറ്റിൽ 12 ഇന്ത്യ മുന്നണി വിജയിക്കും, 2 NDAയും 3 മറ്റുള്ളവരും വിജയിക്കും എന്ന രൂപത്തിലുള്ള സർവേയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള 4 സീറ്റുകളാണ്. ആകെയുള്ള 4ൽ 2 വീതം ഇരു മുന്നണികളും നേടും എന്ന സർവേ ഇവിടെ കാണുന്നുണ്ട്. ഈ പറയപ്പെട്ട 3 സംസ്ഥാനങ്ങൾ, തെലങ്കാന, കർണാടക, ഹിമാചൽ, ഇവിടെയൊക്കെ ഒരു ഇന്ത്യ മുന്നണിയുടെ തരംഗം ഈ 3 പറയപ്പെട്ട സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഹിമാചലിൽ 2 എന്നിങ്ങനെയായിരിക്കും. ആകെ 369 പറഞ്ഞപ്പോൾ 155 ഇടങ്ങളിൽ NDA വിജയിക്കുമെന്ന് പറയുന്നു. 206 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നു. 8 ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സർവേയുടെ കണക്ക് വരുന്നത്. ഏറെക്കുറെ ഈ സർവേ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നുന്നത് ഇത് നടക്കാൻ സാധ്യത തോന്നുന്ന ഒരു കണക്കായിട്ട്, ഒരു സർവേ ആയിട്ട് വിലയിരുത്തേണ്ടി വരും. കാരണം കർണാടകയൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇലക്ഷന് ശേഷം വരുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അടുത്തത് പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഈ 3 സംസ്ഥാനങ്ങൾ ബംഗാളിൽ ആകെയുള്ളത് 42 സീറ്റുകളാണ്. 42ൽ 12 സീറ്റ് നേടാൻ NDAക്ക് കഴിയും എന്നാണ് പറയുന്നത്. 5 സീറ്റ് നേടാൻ ഇന്ത്യ മുന്നണിക്കും കഴിയും. 25 സീറ്റ് നമുക്കറിയാം ബംഗാളാണ്. 25 സീറ്റ് മറ്റുള്ളവർ നേടും എന്ന രൂപത്തിൽ ഈ സർവേ പറയുന്നുണ്ട്. അതേപോലെ ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള സീറ്റുകൾ 25 25ൽ 4 NDA നേടും, 2 ഇന്ത്യ മുന്നണി നേടും, മറ്റുള്ളവർ അവിടെ 19 സീറ്റും നേടും എന്ന രൂപത്തിലുള്ള സർവേ വരുന്നുണ്ട്. ഒഡീഷയിൽ ആകെയുള്ളത് 21 സീറ്റുകളാണ്. 21ൽ
10 മറ്റുള്ളവർ നേടും. 3 ഇന്ത്യ മുന്നണിയും 8 NDAയും വിജയിക്കാനുള്ള സാധ്യതയാണ് ഈ സർവേ വിലയിരുത്തുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഈ 3 പറയപ്പെട്ട സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരല്പം ക്ഷീണമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതേപോലെ BJPയുടെ ഒരു ചെറിയ മുന്നേറ്റം ഈ 3 സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി മറ്റുള്ളവരാണ് ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ കൂടുതൽ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് എന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് ആകെ 457 ഇടങ്ങൾ പറഞ്ഞപ്പോൾ 179 NDA വിജയിക്കുമെന്ന് പറയുന്നു. 216 ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നു. 62 മറ്റുള്ളവർ വിജയിക്കുമെന്ന് പറയുന്നു. ഈ ഒരു സർവേ മറ്റ് സംഘടനകൾ, അതായത് ഇന്ത്യ മുന്നണി, NDA ഇവയിലില്ലാത്ത മറ്റുള്ളവരിൽ പെടുന്ന ഈ ചില പാർട്ടികളുണ്ടല്ലോ, അവർ ഇത്തവണ അതിനിർണായകമാണ് ഇത്തവണത്തെ സർക്കാർ ഉണ്ടാക്കാൻ എന്ന രൂപത്തിൽ ഈ സർവേയിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടികളുടെ പിന്തുണ അതിനിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള മറ്റുള്ള പാർട്ടികളുടെ, അതായത് ആദ്യം തന്നെ പിന്തുണ ഇല്ലാതിരിക്കുന്ന മറ്റുള്ള പാർട്ടികളുടെ പിന്തുണ നേടുക എന്നുള്ളത് ഇത്തവണ അതിനിർണായകമായ ഒരു കാര്യം തന്നെയായിരിക്കും. അടുത്ത 3 സംസ്ഥാനങ്ങൾ ദില്ലിയാണ്, ഹരിയാനയാണ്, ഉത്തരാഖണ്ഡ്. ഈ സംസ്ഥാനങ്ങളാണ്. ദില്ലിയിലാകെയുള്ളത് 7 സീറ്റുകളാണ്. 7-ൽ 4 ഇത്തവണ NDA വിജയിക്കുമെന്ന് പറയുന്നു. 3 ഇത്തവണ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നു. ദില്ലി അതിനിർണായകമായൊരു സ്ഥലമാണ്. ദില്ലിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്തും ഇലക്ഷന് മുമ്പൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ദില്ലിയുമായി ബന്ധപ്പെട്ട് 4 NDA എന്ന് പറയുന്നു, 3 ഇന്ത്യ മുന്നണി എന്ന് പറയുന്നു. അടുത്തത് ഹരിയാന. ആകെയുള്ള 10 സീറ്റുകളാണ്. 10 ഹരിയാനയിൽ 4 NDA, 6 ഇന്ത്യ മുന്നണി. ഉത്തരാഖണ്ഡിൽ ആകെയുള്ള 5-ൽ 4 NDA വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. ഒരു സീറ്റിലേക്ക് മാത്രം ഇന്ത്യ മുന്നണി ഒതുങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഹരിയാനയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഹരിയാനയിൽ ആകെയുള്ള 10 സീറ്റുകളാണെങ്കിലും ഹരിയാന ഇപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാന BJPക്ക് അനുകൂലമല്ല എന്നത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ഹരിയാനയിൽ ആകെയുള്ള നിലവിലുള്ള 88 നിയമസഭാ സീറ്റുകളിൽ 40 എണ്ണമായിരുന്നു BJPയുടെ ഒറ്റക്കുള്ള സമ്പാദ്യം. 6 സ്വതന്ത്ര MLAമാരുടെ പിന്തുണ അവിടെ പിൻവലിക്കുന്നതോടെ BJPയുടെ ഭരണം തന്നെ അവിടെ പ്രതിസന്ധിയിലാവുകയാണ്. JJPയുടെ കൃത്യമായ പിന്തുണ ഹരിയാനയിൽ കോൺഗ്രസിന് ലഭിക്കുന്നു. പിൻവലിച്ച 3 MLAമാർ കൂടി കോൺഗ്രസിന് പിന്തുണക്കുന്നു. ഇതൊക്കെ ഹരിയാനയിൽ ഒരു വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് ഇത്തവണ സാധിക്കും എന്ന് വേണം പറയാൻ. അടുത്ത 3 സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം. ഈ 3 സംസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് ജാർഖണ്ഡിലെ ആകെയുള്ള 14-ൽ 5 NDA വിജയിക്കുമെന്നും 9 ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് പറയുന്നത്. ഛത്തീസ്ഗഡിലെ ആകെയുള്ള 11 സീറ്റുകളിൽ 8 ഇന്ത്യ മുന്നണി വിജയിക്കും. 8 NDA വിജയിക്കും. 3 ഇന്ത്യ മുന്നണി വിജയിക്കും എന്നിങ്ങനെ പറയുന്നത്. അതേപോലെ അസമിലെ ആകെയുള്ള 14 സീറ്റുകൾ 7 NDA, 6 ഇന്ത്യ മുന്നണി. ഈ പറയപ്പെട്ട 3 സംസ്ഥാനങ്ങളിലും NDAയുടെ ഒരു വലിയ മുന്നേറ്റം കാണുന്നുണ്ട്. NDA ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഈ മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എന്നാൽ കൂടി NDAയുടെ ഒരു തേരോട്ടം എന്നൊക്കെ പറയാൻ പറ്റുന്ന സംസ്ഥാനങ്ങളാണ് ഈ പറയപ്പെട്ട 3 സംസ്ഥാനങ്ങൾ. അവിടെയും ഇന്ത്യ മുന്നണി വെറുതെ വട്ടപൂജ്യമല്ല, കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഇന്ത്യ മുന്നണി നടത്തുന്നുണ്ട്. ആകെ 518 സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ 211 NDA ആണ്, 251 ഇന്ത്യ മുന്നണിയാണ്. അടുത്തത് ജമ്മു കാശ്മീർ, മണിപ്പൂർ, ഗോവ. ജമ്മു കാശ്മീർ ആകെയുള്ളത് 5 സീറ്റുകൾ. 5-ൽ 4 ഇന്ത്യ മുന്നണി വിജയിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. അതേപോലെ മണിപ്പൂരിൽ 2-ൽ 2 ഇന്ത്യ മുന്നണി വിജയിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഗോവയിൽ 2-ൽ 1 ഇന്ത്യ മുന്നണിയും 2-ൽ 1 NDAയും വിജയിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിൽ BJP 0 ജമ്മു കാശ്മീരിലെ 5-ൽ 1 നേടാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുമാണ് സർവേ പറയുന്നത്. ഗോവയിൽ ബലാബലം തുല്യം 1-1 എന്നിങ്ങനെയാണ്. ആകെ 527 പറഞ്ഞപ്പോൾ NDA 213 സീറ്റുകൾ, ഇന്ത്യ മുന്നണി 251 സീറ്റുകൾ.
മറ്റുള്ളവർ 63 സീറ്റുകൾ എന്നിങ്ങനെയാണ് നിലവിലുള്ള ഈ സർവേ പ്രകാരം പറയാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ആകെയുള്ള 543 ഇടങ്ങളിൽ 221 ഇടങ്ങളിൽ മാത്രമായിരിക്കും NDA ഇത്തവണ വിജയിക്കുക എന്നാണ് ഈ സർവേ പ്രകാരം പറയാൻ കഴിയുന്നത്. 258 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 64 ഇടങ്ങളിൽ മറ്റുള്ളവർ വിജയിക്കും എന്നുമാണ് പറയുന്നത്. അതായത് കേവല ഭൂരിപക്ഷം എന്നൊരു കടമ്പ കടക്കാൻ വലിയ പ്രയാസമായിരിക്കും NDA ഇന്ത്യ മുന്നണി ഇരു മുന്നണികൾക്കും പ്രയാസമായിരിക്കും എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. 221 NDA, 258 ഇന്ത്യ മുന്നണി, 64 മറ്റുള്ളവർ. ഈ മറ്റുള്ളവർ എന്ന് പറയുന്നവരുടെ പിന്തുണ ഇത്തവണ നിർണായകമായിരിക്കും. അവർ ആരുടെ കൂടെ നിൽക്കും എന്നത് വലിയ ചോദ്യമാണ്. 258 കൂടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു വലിയ ദൂരം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവില്ല. ഇന്ത്യ മുന്നണിക്കായിരിക്കും ഭരിക്കാനുള്ള ഏറെ സൗകര്യം കൂടുതൽ എന്നാണ് ഈ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറെ നിഷ്പക്ഷം എന്ന് തോന്നിയ, കൃത്യമായൊരു വിലയിരുത്തൽ എന്ന് തോന്നിയ